ഇതാണ് ജാമിയ സഅദിയ, കേരളത്തിലെ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഉമ്മ. അങ്ങനെയാണ് ഈ സ്ഥാപനം അറിയപ്പെടാറുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഈ വൈജ്ഞാനിക നഗരിയിലേക്കാണ്. ജാമിയ സഅദിയയിലെത്തിയതും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമായ കുറച്ച് ഉസ്താദുമാരെ കണ്ടുമുട്ടി. ദീർഘദൂര യാത്രയിലാണിവർ. കൂത്തുപറമ്പ് മഖദൂമിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകന്മാരാണ് ഇവർ ഓരോരുത്തരും. അധ്യാപകരൊക്കെ ഒരുമിച്ച് കൂടിയുള്ള ഒരു യാത്രയാണിത്. ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത് സ്ഥാപനത്തിൻ്റെ ശില്പിയും മദ്രസകളുടെ ശില്പിയുമായ ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചിക്മംഗ്ലൂരുള്ള ദാദാ ഹയാത്തിലേക്കാണ്. കുറച്ച് യാത്രാവിശേഷങ്ങളും നാട്ടുവർത്താനങ്ങളായിട്ട് ഒരല്പനേരം അവരായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥാപനത്തിലെ പ്രധാന മുദരിസായ കുട്ടശ്ശേരി ഉസ്താദിനെ പരിചയപ്പെടുന്നത്. ഉസ്താദിൻ്റെ അന്വേഷണങ്ങൾ പൂർണ്ണമായി യാത്രയെക്കുറിച്ചായിരുന്നു. യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയ വാഹനത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉസ്താദും കുട്ടികളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ പോകുന്ന വഴികളെക്കുറിച്ചായിരുന്നു. ഇവിടുന്ന് ഇനി എങ്ങോട്ട്. അങ്ങനെ ഞാൻ എൻ്റെ വാഹനത്തിൽ അടയാളപ്പെടുത്തിയ ഓരോ സംസ്ഥാനങ്ങളും ചൂണ്ടിക്കാണിച്ച് അതിന് മറുപടി കൊടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ നല്ലൊരു ദുആ സമ്മാനമായിട്ട് നൽകി. ഉലമ ഉമറ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു വിപ്ലവത്തിൻ്റെ അടയാളമാണ് ഈ സ്ഥാപനം. ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദിർ ഹാജി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ ആരംഭിച്ച ദർസി സംവിധാനം വളർന്ന് പന്തലിച്ച് ഇന്ന് ഏകദേശം 50ഓളം ഏക്കറുകളിലാണ് ഈ സ്ഥാപനം വികസിച്ച് കിടക്കുന്നത്. ഏകദേശം 30ലധികം സ്ഥാപന സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം അതിഥികളായ നമുക്ക് വേണ്ടി നല്ലൊരു ചായ സൽക്കാരം ഗസ്റ്റ് ഹൗസിൽ റെഡിയാക്കി. കൂടെ സ്ഥാപനത്തിൻ്റെ നല്ല മധുരമുള്ള കഥകളും ധാരാളം ഹാഫിലിങ്ങളും മുത്തഅല്ലിമീങ്ങളും ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആർട്സ് കോളേജും സയൻസ് കോളേജൊക്കെ ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വിദ്യാസമ്പന്നരായ ധാർമ്മിക മൂല്യമുള്ള പണ്ഡിതരെ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണിവർ. സ്വന്തം പ്രവർത്തനം കൊണ്ട് പടുത്തുയർത്തിയ സംവിധാനങ്ങളൊക്കെ അനുഭവിച്ച് സ്ഥാപനത്തിൻ്റെ ഓരത്ത് അന്തിവിശ്രമം കൊള്ളുകയാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. കൂടെ കല്ലട്ടർ അബ്ദുൽ ഖാദിർ ഹാജിയുമുണ്ട്. അള്ളാഹു ഇരുവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച നൂറുൽ ഉലമയിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അവരോട് നന്ദിയും പറഞ്ഞ് അവിടുന്ന് യാത്രയായി. ഈ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ.